ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് രാവിലെ എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവാസ് റൈഡൊക്കെ ബുക്ക് ചെയ്ത് ഇനി അവാസ് റൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഊബർ ഓലയൊക്കെ പോലത്തെ ഒരു ആപ്പാണ് ഇവിടെ അവാസ് റൈഡ്. അപ്പം അതിൽ നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാം, 2 വീലേഴ്സ് ബുക്ക് ചെയ്യാം, 4 വീലേഴ്സൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അവാസ് റൈഡ് എടുത്ത് നമ്മൾ ഈ പോകുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്, വേലാന ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന പോക്കിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അറിയുന്ന ഒരു ചേച്ചീനെ കണ്ടു. അങ്ങനെ ആ ചേച്ചിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്ത് നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്നതാണ് ബോട്ട് ജെട്ടി. അപ്പം ഇവിടെ പലതരത്തിലുള്ള ബോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ടൽസിൻ്റെ ഉണ്ട്, ലോക്കൽ ഫെറീസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ എയർപോർട്ടുമായിട്ട് അടുത്ത് തന്നെ പോകുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ചൈന മോൾഡീവ്സ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എല്ലാം കടന്ന് നമ്മളിത് എയർപോർട്ട് എത്താനാവുന്നു. അങ്ങനെ ഫൈനലി വേലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളീ കാണുന്നതാണ് വേലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ. അപ്പം നമ്മുടെ ചെക്കിന് കുറച്ച് ടൈം ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ കാണുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനൽ ഏരിയ ആണ്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലമുണ്ടോ എന്നിങ്ങനെ തപ്പി നടക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇനി അവിടെ പോവാം. അങ്ങനെ നടന്ന് എനിക്കുള്ള സീറ്റ് കണ്ടുപിടിച്ച് ഇരിക്കാൻ പോയപ്പോഴാണ് എനിക്കൊരു കൂട്ട് കിട്ടിയത്. ആള് പഞ്ചാബിൽ നിന്നാണ്. ആളിവിടെ മോൾഡീവ്സിൽ ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ആൾ മോൾഡീവ്സിൽ വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആൾ എന്നോട് ജസ്റ്റ് ലഗേജൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് വാഷ്റൂമിലൊക്കെ പോയി. ആൾ പിന്നെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ആൾക്ക് ചെറിയൊരു ട്രാവൽ സിക്നസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ കൂടെ നിന്ന് ആൾക്ക് ഞാനും മാക്സിമം ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളത് ചെക്കിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മളത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാണ്. വെയിറ്റ് കൂടുമെന്നായിരുന്നു എനിക്ക് പേടി. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് 21-22 kg നമ്മുടെ ലഗേജ് നിന്നു. അങ്ങനെ നമ്മൾ ചെക്കിൻ കഴിഞ്ഞ് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടിലേക്കാണ് ഞാൻ കിടക്കുന്നത്, മോൾഡീവ്സ് ഡ്യൂട്ടി ഫ്രീ ഏരിയ. ഇത് എല്ലാ എയർപോർട്ടിലും പോകുമ്പം എൻ്റെ സ്ഥിരമുള്ളൊരു ഹോബിയാണ്. ഡ്യൂട്ടി ഫ്രീ ഏരിയയിൽ വരിക, ചുമ്മാ ഇങ്ങനെ നടക്കുക, വാങ്ങിയാലും ഇല്ലെങ്കിലും ഇതുപോലെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ സ്ഥിരം ഹോബിയാണിപ്പം. എന്തൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയയിൽ വരുമ്പോഴും, അത് വാങ്ങിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു ഏരിയനെ പറ്റി ഓർമ്മ വന്നത്, നമ്മുടെ സുവനീർ ഏരിയ. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നല്ല അടിപൊളി പെർഫ്യൂംസ് കിട്ടും കേട്ടോ. അപ്പം നല്ല അടിപൊളി പെർഫ്യൂംസ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അതിന് പറ്റിയൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു എയർപോർട്ടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഈ ഒരു എയർപോർട്ട് ആദ്യം അറിയപ്പെട്ടത് മാലൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു. അതിനുശേഷം മോൾഡീവ്സിൻ്റെ സെക്കൻഡ് പ്രസിഡൻ്റായ ഇബ്രാഹിം നസീറിൻ്റെ വീട്ടുപേരാണ് വേലാൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് വേലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പുതിയ പേരിലേക്ക് ഇത് റീനെയിം ചെയ്തത്. ഈ ഒരു മോൾഡീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും ടൂറിസത്തിനും വേണ്ടിയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആളുടെ വീടിൻ്റെ ഒരു പേരിൽ ഇത് മാറ്റാനും ഭയങ്കര ഒരു പങ്ക് വഹിച്ചായിരുന്നു.
അങ്ങനെ നമ്മളിതേ സുവനീർ ഷോപ്സിലേക്കുള്ള യാത്രയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞാനും കുറച്ച് സുവനീർസൊക്കെ വാങ്ങിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങളീ കാണുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുവനീർസൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുവനീർസാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. അപ്പം എല്ലാത്തിലേക്കും എൻ്റെ വീഡിയോസ് എത്തിപ്പെടാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതൊക്കെയാണ് ഈ നിങ്ങളിത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ എന്നൊരു അടിപൊളിയായിട്ടുള്ള സുവനീർസ് ഉണ്ട് കേട്ടോ. കിഡ്സിനെ പറ്റിയതാണെങ്കിലും എൽഡർലിക്ക് പറ്റിയതാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള സുവനീർസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേകതരം സോപ്പ് ഐറ്റംസ് ആട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടതിന് നമ്മളങ്ങ് വാങ്ങിച്ചു പോകും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് ചെയ്തേക്കുന്നത്. ഇതൊക്കെ സോപ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുന്ന സോപ്പുകളാണേ. അങ്ങനെ സുവനീർസിൻ്റെ പർച്ചേസിങ്ങും അതിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് നോക്കിയപ്പം നല്ല വ്യൂ, ഫ്ലൈറ്റുകൾ വരുന്നു, ലാൻഡ് ചെയ്യുന്നു, പാർക്ക് ചെയ്യുന്നു, അങ്ങനത്തെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്നാൽ പിന്നെ വിശക്കുവാണ്. നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ്സിൽ പ്രത്യേകിച്ചൊന്നും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സാൻഡ്വിച്ചും അതേപോലെ തന്നെ വെള്ളവും വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ബോർഡിംഗ് ആണ്. അടുത്തായി നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനത്തെ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ സീറ്റുകളും തന്നെ ഫുള്ളായിരുന്നു. നല്ല ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. ഹോളിഡേ ടൈം അല്ലെങ്കിൽ പോലും നോർമലി ടീച്ചേഴ്സ് വന്നു പോകുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര റഷാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം ഹോളിഡേ ടൈം അല്ലെങ്കിൽ പോലും നല്ല റഷായിരുന്നു. ഒട്ടുമിക്ക എല്ലാ സീറ്റ്സും തന്നെ ഫുള്ളായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ അതേ ബാംഗ്ലൂർ എത്തി. എൻ്റെ ലഗേജ് എടുക്കാനുള്ള ക്യൂ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കൂടെ മാലയിൽ നിന്നുണ്ടായിരുന്ന ഒരാളും പിന്നെ വേറൊരാളും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ ഭാഷയിൽ സംസാരിച്ചു. എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുത്തു അവർക്ക്. ഓരോരോ കാര്യങ്ങൾ എവിടെയാണെന്നും മറ്റും. രണ്ടുപേർക്കും അത്യാവശ്യം പേടിയുള്ള ടൈപ്പായിരുന്നു. എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാൻ പുറത്ത് കാണിച്ചില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ചാണ് ഞങ്ങൾ നെക്സ്റ്റ് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പോകാനുള്ളത് ബാംഗ്ലൂർ ടു കാലിക്കറ്റ് മറ്റേ ഫ്ലൈറ്റിലേക്കാണ് ഇനി അടുത്തതായിട്ട് പോകാനുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കോച്ചിലായിരുന്നു നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നത്. അങ്ങനത്തെ ഈ കോച്ചിൽ നെക്സ്റ്റ് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറാനായിട്ട് നെക്സ്റ്റ് ടെർമിനലിലേക്ക് ഇപ്പോൾ വന്നേക്കുവാണ്. അങ്ങനെ എൻ്റെ കൂടെ വന്ന 2 പേരെയും അവരുടേതായ സ്ഥലങ്ങളിൽ ഞാൻ സ്വസ്ഥമായിരുത്തിയിട്ട് ഞാനിങ്ങനെ എയർപോർട്ടൊക്കെ ഒന്ന് ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എർത്ത് ലോഞ്ച് വരെയൊക്കെ ഒന്ന് പോയി. അങ്ങനെ എൻ്റെ ഗേറ്റ് നമ്പർ 41 അവിടെ ഇപ്പം ഞാൻ വന്നേക്കുന്നത്. അപ്പം ടൈം ആവുന്നേ ഉള്ളൂ. അങ്ങനെ സമയമായി, നമ്മളിതേ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. ഫൈനലി നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തി നമ്മൾ. അങ്ങനെ എൻ്റെ ലഗേജ് എല്ലാം കിട്ടി. പുറത്തൊരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ വന്നിട്ടില്ല അന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതാരാണെന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്
അങ്ങനെ നല്ല വിശപ്പായിരുന്നു. കാരണം ആ ഒരു സാൻഡ്വിച്ചും കൊണ്ടായിരുന്നു ദിവസം മൊത്തം പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് റഹിമ എന്നാണ്. ഞങ്ങൾ സ്കൂളിൽ തൊട്ട് ഫ്രണ്ട്സാണ്. അപ്പം ആളുടെ ഹസ്ബൻഡും കൂടെ വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ഡേ പർച്ചേസിങ്ങും കല്യാണത്തിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാലിക്കറ്റ് നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേ നിൽക്കുന്നു. ഇവരുടെ വീട്ടിലേക്കാണ് നമ്മൾ രാത്രി വന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ തമ്മിൽ പരിചയപ്പെട്ടൊക്കെ ഇരുന്നു. രാവിലെ ദേ നല്ല അടിപൊളി കട്ടൻ ചായയൊക്കെ എനിക്ക് തന്നു. അങ്ങനെ ജസ്റ്റ് ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് അന്ന് രണ്ടുപേരും കൂടെ അപ്പോഴത്തേക്കും ആളിനെ കൂട്ടാനായിട്ട് വന്നു അങ്ങോട്ടേക്ക് രാവിലെ. അങ്ങനെ ഞങ്ങളൊരു കുർബാനയൊക്കെ കൂടി അന്നത്തെ ദിവസത്തെയും മുന്നോട്ടുള്ള ജീവിതത്തിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് പോയി. നല്ല അടിപൊളി പള്ളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു പഴയ പള്ളിയാണ് ഇവിടുത്തെ കാലിക്കറ്റിലെ. അപ്പം ആ പള്ളിയും ആ ഒരു ആംബിയൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു അന്തരീക്ഷവും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടൊരു പള്ളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കൂടി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. അപ്പം പപ്പയും മമ്മിയും 2 ഫാമിലീസും വരുന്നത് മുമ്പായിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. ഈ ആളെന്നെ കൂട്ടാൻ വന്നതും മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസിൽ നിങ്ങളിനി കാണാൻ പോകുന്ന ഒരാൾ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പാരൻസ് വരാൻ ഇനി അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം കുറച്ച് ടൈം ബാക്കിയുണ്ട്. എന്നാൽ പിന്നെ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ചുമ്മാ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കി വീഡിയോസും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.